ഹായ് മക്കളെ, ഏക്കെയാണ് രണ്ടാം ചാപ്റ്റർ. അതായത് ഇക്വേഷൻസ് ഓഫ് മോഷനിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ വെച്ചുകൊണ്ട് ഇഷ്ടം പോലെ ചോദ്യം ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഞാൻ കൃത്യമായിട്ട് കാണിച്ചുതരാം. നോക്കണേ, ഈ ചോദ്യം വ്യക്തമായിരുന്നു വായിച്ചേ. അടിപൊളി ചോദ്യമാണ് കേട്ടോ ഇത് മുൻവർഷ ചോദ്യം കൂടിയാണ്. ഓക്കെ, എ മോട്ടോർ ബോട്ട് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് on a lake accelerate in a straight line at a constant rate of acceleration 3 meter per second square for 8 seconds. How far does the boat travel during this time? അതായത് എത്ര സെക്കൻഡ്? 8 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ. മലയാളം മേഖല ക്വസ്റ്റ്യൻ വ്യക്തമായി വായിക്കി. ഒരു മോട്ടോർ ബോട്ട് നിശ്ചലാവസ്ഥയിൽ നാം തുടങ്ങുന്നത് മനസ്സിലാക്കി വെക്കുക. അത് 8 സെക്കൻഡ് കൊണ്ട് 3 മീറ്റർ പെർ സെക്കൻഡ് ത്വരണത്തോടുകൂടി സഞ്ചരിക്കുമ്പോൾ എത്ര ഡിസ്റ്റൻസ്, എത്ര ദൂരം പിന്നിടും. ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ദൂരം എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ദൂരം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ദൂരം കാണുന്ന ഇക്വേഷനുകൾ പഠിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ അങ്ങ് നിൽക്കാൻ പാടില്ല. കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഈ പ്രോബ്ലം ചെയ്യാൻ. ക്ലിയർ ആണേ? ആദ്യം ചെയ്യേണ്ടത് ഗിവൺ പോയിന്റ്സ് എടുത്തെഴുതണം. അത് എഴുതാതെ എങ്ങോട്ടും പോകരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിശ്ചലാവസ്ഥയിലാണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണ്. അപ്പൊ അത് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുമ്പോൾ അതിന്റെ കറന്റ് സ്റ്റേറ്റ് ആണ് പറയുന്നത്. അത് മോഷനിലാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അന്ത്യപ്രവേഗം പറഞ്ഞിരുന്നത്. പക്ഷെ ഈ ഒബ്ജക്റ്റ് തുടങ്ങിയത് നിശ്ചലാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? അപ്പൊ എന്ത് മനസ്സിലാക്കണം? ഇതിന്റെ ആദ്യ പ്രവേഗം അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ് 0. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കണം? u ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കണം. വേണമെങ്കിൽ 0 മീറ്റർ പെർ സെക്കൻഡ് എന്നും കൂടി ഇടാം. രണ്ടാമത്തെ കാര്യം എന്താ തന്നിരിക്കുന്നത്? അതിന്റെ ആക്സലറേഷൻ എത്രയാണ്? a ആണ് ത്വരണം അല്ലേ? അത് 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സമയം തന്നിട്ടുണ്ട് എത്രയാണ്? ടൈം ഈസ് 8 സെക്കൻഡ്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ഒബ്ജക്റ്റ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് എഴുതണം? എസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് എസ് ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെക്കുക. എന്നിട്ട് എസ് കാണുന്ന ഇക്വേഷൻ ഏതാണ്? 3 ഇക്വേഷൻ അല്ലേ ഉള്ളത്? ഏതൊക്കെയാ? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ഉണ്ട്. അതേപോലെ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് 8t ഉണ്ട്. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് 8t സ്ക്വയർ. ഇതാണ് 3 ഇക്വേഷൻ. ഇത് നിങ്ങൾ നോക്കേണ്ട കാര്യം, എസ് ഉള്ള ഇക്വേഷൻ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഇത് നമുക്ക് അപ്പം തന്നെ ഒഴിവാക്കാൻ പറ്റും. ഇനി എസ് ഇക്വേഷനിൽ തന്നെ നമുക്ക് തന്നിരിക്കുന്ന ആൾക്കാരെ കൊണ്ട് ഉപയോഗമുള്ള സംഭവം ഏതാന്നൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ. നോക്കേണ്ട കാര്യം, നമുക്ക് ഈ 2 ഇക്വേഷൻ എടുക്കാൻ സാധിക്കില്ല. കാരണം ഇവിടെ വി വരുന്നുണ്ട്. നമ്മുടെ ഇക്വേഷനിൽ, നമ്മുടെ ഗിവൺ പോയിന്റ്സിൽ വി ഇല്ല. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ എടുക്കാൻ സാധിക്കില്ല. പിന്നെ ഏത് ഇക്വേഷൻ എടുക്കണം? എടുക്കേണ്ട ഇക്വേഷൻ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എടുക്കേണ്ടത്. ക്ലിയർ ആണോ? എങ്ങനെ ഇക്വേഷൻ കിട്ടുന്ന മനസ്സിലായല്ലോ? ഒറ്റ കാര്യം മനസ്സിലാക്കാനുള്ളൂ. എന്ത്? ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഇക്വേഷനിൽ ഉണ്ടോ നോക്കണം. ആ വാല്യൂസ് ഇല്ല എങ്കിൽ ആ ഇക്വേഷൻ അവോയ്ഡ് ചെയ്യണം. ക്ലിയർ ആണേ? നേരെ നമ്മൾ ചെയ്യുകയാണ്. യു നമുക്കറിയാം 0 ആണ്. ടൈം നമുക്കറിയാം എത്രയാണ്? 8 സെക്കൻഡ് ആണ്. പ്ലസ് ഹാഫ് ഇൻറ്റു എത്രയാ? നമുക്കറിയാം 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇൻറ്റു 3 ഇൻറ്റു ടി എത്രയാണ്? ടി നമുക്ക് തന്നിട്ടുണ്ട്. സോറി, ടി 8 സെക്കൻഡ് ആണ്. ശരിയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും കിട്ടി. ആദ്യത്തെ ഈ ഭാഗം 0 × 8 ആണ്. 0 ആയിപ്പോവും. അപ്പൊ നമ്മൾ ഒന്നും എഴുതേണ്ട കാര്യമല്ല. ബാക്കി എന്ത് കിട്ടും? ഹാഫ് ഇൻറ്റു അവിടെ ടി സ്ക്വയർ ഉണ്ട് അല്ലേ? 8 സ്ക്വയർ കൂടി വരും. അപ്പൊ എത്ര കിട്ടും? ഹാഫ് ഇൻറ്റു 3 × 8 സ്ക്വയർ. അപ്പൊ നമുക്ക് ലഭിക്കും ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 8 64 ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 64 എന്ന് പറഞ്ഞാൽ 4 3 12 അല്ലേ? യെസ്, 4 3 12 2 6 3 18 2 19 കിട്ടും. ശരിയല്ലേ? 192 ആണ്. സോ ഹാഫ് ഇൻറ്റു 192 നമ്മൾ ചെയ്താൽ 192 പകുതി എത്രയാടാ? നമുക്ക് എല്ലാവർക്കും അറിയാം 96 × 96 ആണെന്ത്? 192. സോ വി ഗെറ്റ് ദ ആൻസർ ഈസ് 96 മീറ്റർ. എത്രയാണ്? 96 മീറ്റർ ആണ് ഈ ഒരു പ്രോബ്ലത്തിന്റെ ആൻസർ വരുന്നത്. മക്കളെ, ഇത്തരം ചോദ്യങ്ങൾ ഉറപ്പാണ് ഉണ്ടാവും കേട്ടോ. സോ ഇതേപോലുള്ള ഒരുപാട് പ്രോബ്ലംസുമായിട്ട് ഇന്ന് കൃത്യം 7 മണിക്ക് ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. ഫിസിക്സിന്റെ കെമിസ്ട്രിന്റെ മാരത്തോൺ ലൈവുമായിട്ട്. സോ എല്ലാവരും വരിക, അടിപൊളിയായിട്ട് പഠിക്കുക, സെറ്റ് ആക്കിയിട്ട് നല്ല മാർക്ക് നമുക്ക് വാങ്ങണം. ഓക്കെ ആണല്ലോ? സോ വൈകുന്നേരം 7 മണിക്ക് 7:30 മറക്കരുത്. കാണാം.